ജയലളിതയുടെ പോയസ് ഗാർഡന് സമീപത്തായിരുന്നു സൂപ്പർ താരം രജനികാന്തിന്റെ വീട്. പലപ്പോഴും ജയലളിതയുടെ പോയസ് ഗാർഡനിലേക്കുള്ള വരവും പോക്കും രജനികാന്തിന് ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. കാരണം ജയലളിത പോകുകയും വരികയും ചെയ്യുമ്പോഴും റോഡിൽ ആള് കൂടിയിരുന്നു. പലപ്പോഴും വലിയ ട്രാഫിക് ബ്ലോക്കുകളും ഉണ്ടായിരുന്നു. ജയലളിതയുടെ വാഹനം കടന്നു പോകുന്നതിനായി ഡോക്ടർ രാധാകൃഷ്ണൻ റോഡിൽ പലപ്പോഴും മറ്റു വാഹനങ്ങൾ തടയുമായിരുന്നു. ഒരിക്കൽ രജനികാന്തും ജയലളിതയും ഒരേ സമയം ഡോക്ടർ രാധാകൃഷ്ണൻ റോഡ് ക്രോസ് ചെയ്യാൻ ഇടയായി. രജനികാന്ത് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ജയലളിതയുടെ വാഹനം കടന്നു പോകാനായി രജനിയുടെ കാർ തടഞ്ഞു. എന്നാൽ കാർ ഓടിച്ചത് രജനിയാണെന്നറിഞ്ഞപ്പോൾ പോലീസുകാരൻ ക്ഷമ പറഞ്ഞു. ജയലളിതയുടെ വാഹനം കടന്നു പോകുന്നതുവരെ കാത്തിരിക്കാൻ അയാൾ രജനിയോട് ആവശ്യപ്പെട്ടു. എന്നാൽ അരമണിക്കൂറോളമായി ജയലളിതയ്ക്ക് പോകാനായി മറ്റു വാഹനങ്ങൾ തടഞ്ഞെന്നറിഞ്ഞപ്പോൾ രജനി പോലീസുകാരനോട് തട്ടിക്കയറി. ക്ഷമിക്കുക, ഞങ്ങൾക്ക് ലഭിച്ച നിർദ്ദേശം ഇതാണ് എന്നായിരുന്നു പോലീസുകാരന്റെ മറുപടി. രജനികാന്ത് ഉടൻ കാറിൽ നിന്നും പുറത്തിറങ്ങി നേരെ അടുത്ത പെട്ടിക്കടയിൽ പോയി ഒരു പാക്കറ്റ് 555 സിഗരറ്റ് വാങ്ങി. സിനിമയിലെ രജനി സ്റ്റൈലിൽ തന്നെ റോഡിനരികിൽ നിന്ന് സിഗരറ്റ് സ്റ്റൈലിൽ വലിക്കാൻ തുടങ്ങി. രജനിയെ റോഡിൽ കണ്ടതും ആരാധകർ തടിച്ചുകൂടി. ഡോക്ടർ രാധാകൃഷ്ണൻ റോഡ് മുഴുവൻ ആളുകളെ കൊണ്ട് നിറയുന്നു. ഇതിനിടെയാണ് ജയലളിതയുടെ വാഹനവ്യൂഹം അതുവഴി എത്തുന്നത്. ജയലളിതയുടെ വാഹനവും ബ്ലോക്കിൽപ്പെട്ടു. ഉടനെ ട്രാഫിക് പോലീസ് എത്തി രജനിയോട് കാറിൽ കയറാൻ ആവശ്യപ്പെട്ടു. എന്നാൽ രജനി അതിന് കൂട്ടാക്കിയില്ല. ഞാൻ ജയലളിത കടന്നു പോകാനായി കാത്തിരിക്കുകയാണ്, കാത്തിരിക്കുന്നതിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്നായിരുന്നു രജനിയുടെ മറുപടി. ബ്ലോക്ക് മാറ്റി കടന്നു പോകുന്നതിനായി ജയലളിതയും ആൾക്കൂട്ടത്തെ ഓടിക്കാൻ പോലീസും ഏറെ പണിപ്പെട്ടു.